കോപ്പ അമേരിക്ക സെമിഫൈനൽ പോരാട്ടങ്ങൾ ജൂലൈ 10 തുടങ്ങുന്നു. കിരീട വിജയങ്ങളുടെ ഉന്നതിയിൽ വീണ്ടും ആഘോഷിക്കാൻ അർജന്റീന കാനഡയെയും ബ്രസീലിനെ തകർത്തെത്തുന്ന ഉറുഗ്വേ കൊളംബിയയെ നേരിടുന്നു. രണ്ട് പോരാട്ടങ്ങളും കടുപ്പമുള്ളതാകും, ആവേശത്തിന് കുറവൊന്നും ഉണ്ടാകില്ല എന്നുറപ്പാണ്. പക്ഷേ കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെ രണ്ടാം സ്ഥാനക്കാരും 2019 ചാമ്പ്യന്മാരുമായ ബ്രസീലിനെ ആരാധകർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഈ ലോകത്ത് ഏറ്റവും തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫുട്ബോൾ ടീം ഏതാണെന്നുള്ള ചോദ്യത്തിന് കണ്ണും പൂട്ടി ഫുട്ബോൾ ആരാധകർ ബ്രസീൽ എന്ന് പറഞ്ഞിരുന്ന കാലമൊക്കെ മാറി. ഇന്ന് ലോകത്ത് ഏറ്റവും ആരാധകരുള്ള ഫുട്ബോൾ ടീമുകളിൽ ഒന്നായ ബ്രസീൽ പ്രതാപകാലത്തിന്റെ നിഴൽ പോലുമാകാതെ ഉഴറുന്നതാണ് കാഴ്ച. ആ വീഴ്ചയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി കോപ്പ അമേരിക്കയുടെ സെമി പോലും കാണാതെ ബ്രസീൽ നാട്ടിലേക്ക് വണ്ടി കയറുകയും ചെയ്തു. ലോകോത്തര മുന്നേറ്റ നിരക്കാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും ഗോളടിക്കാൻ മറക്കുന്ന ബ്രസീൽ 10 പേരായി ചുരുങ്ങിപ്പോയ ഉറുഗ്വേക്കെതിരെ വിജയം കൈവിട്ടത് തോൽവിയുടെ ആഘാതം ഒന്നുകൂടി കൂട്ടിയെന്ന് തന്നെ പറയാം. എന്താണ് ബ്രസീലിന് ശരിക്കും പറ്റിയത്? ബ്രസീൽ നിരയിൽ മുൻനിര താരങ്ങളൊന്നുമില്ലേ? ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ടീം എന്ന നിലയിൽ ഒന്നു ചേർന്ന് പോരാടിയ ബ്രസീലിന് പക്ഷേ ഇന്ന് കളത്തിൽ ആ കൂട്ടായ്മയില്ല എന്നതാണ് സത്യം. വലിയ പേരുകാരുടെ സാന്നിധ്യവും പോരാട്ട വീര്യവും മികവും കൊണ്ട് മാത്രം വിജയം നേടാൻ ഫുട്ബോളിലാകില്ല എന്നും കളത്തിൽ കൂട്ടായ്മയിലാണ് കാര്യമെന്നതും എന്ന ഏറ്റവും ബേസിക്കും പ്രധാനപ്പെട്ടതുമായ ഫുട്ബോൾ വസ്തുത പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ ബ്രസീൽ ടീം മറന്നതുപോലെ അവർക്കതിന് കഴിയാത്തതുപോലെ. ടീമിലെ പ്രധാന താരങ്ങളെല്ലാം ലോകോത്തര ക്ലബ്ബുകളുടെയൊക്കെ ഭാഗമാണ്. അവിടെയെല്ലാം തിളക്കമുള്ള നേട്ടങ്ങളും പ്രകടന മികവും പുറത്തെടുക്കുന്നവരുമാണ്. പക്ഷേ അവർ ബ്രസീൽ കുപ്പായത്തിലെത്തുമ്പോൾ കരുത്ത് കാണിക്കുന്നില്ല എന്നത് പെട്ടെന്ന് മാറ്റപ്പെടേണ്ട ഒരു വസ്തുത തന്നെയാണ്. പെലെയുടെ കാലത്തും 2002 ലോകകപ്പ് കിരീട നേട്ടമുണ്ടാക്കിയ കാലത്തും വമ്പൻ പേരുകൾക്കപ്പുറം പരമ്പരാഗത ബ്രസീലിയൻ കരുത്തിൽ വിജയം നേടുന്ന ബ്രസീലിന്റെ കൂട്ടായ്മയാണ് പ്രധാനപ്പെട്ടതായി നിലനിന്നത്. പക്ഷെ ഇന്ന് അത് മാറിപ്പോയതുപോലൊരു തോന്നൽ. ഈ കോപ്പ അമേരിക്കയിലെ ക്വാർട്ടർ ഫൈനൽ തോൽവി മാത്രമല്ല ബ്രസീൽ ആരാധകരെ സങ്കടത്തിലാഴ്ത്തുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിന് ബ്രസീൽ ഫുട്ബോൾ ടീം യോഗ്യത നേടിയിട്ടില്ല. അവിടെയും തീർന്നില്ല. 2026 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിലവിൽ പ്രതിസന്ധിയുടെ വഴിയിലാണ് ബ്രസീൽ. ലോകകപ്പ് വേദിയിൽ ബ്രസീൽ ഇല്ലാതെ ഒരു പോരാട്ടം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകില്ല. ബ്രസീൽ വിജയവഴിയിൽ തിരിച്ചുവെത്തുമെന്നും ഉറപ്പാണ്. പക്ഷേ അതിന് പ്രതിസന്ധികളും ആശങ്കകളും ഒരുപാടുണ്ട്. എക്കാലവും തോൽവിയിലും വിജയത്തിലും കൂടെ നിന്ന ബ്രസീലിയൻ ജനതയ്ക്ക് വിജയാഘോഷങ്ങളുടെ ആരവങ്ങൾ നൽകാൻ ബ്രസീൽ ടീമിന് ഇനിയുമാകണം. കഴിഞ്ഞ ലോകകപ്പിലെ ക്വാർട്ടർ തോൽവിക്ക് ശേഷം ടീം വിട്ട പരിശീലകൻ ടിറ്റയ്ക്ക് ശേഷം ഇത് 3ാമത്തെ പരിശീലകനാണ് നിലവിൽ ബ്രസീൽ ടീമിന്റെ ഭാഗമാകുന്നത്. ഡോറിവലാണ് ഇപ്പോഴത്തെ പരിശീലകൻ. തനിക്ക് പക്ഷെ ടീമിനെ മുന്നോട്ട് നയിക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്നാണ് പരിശീലകൻ പറയുന്നത്. എത്ര സമയം വേണം എടുത്തോളൂ. ആ സമയം പക്ഷേ കാതലായ മാറ്റങ്ങൾ ബ്രസീൽ ടീമിൽ ഉണ്ടാക്കുന്നതാകണം എന്ന് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. അതിനല്ലേ നമുക്ക് കഴിയൂ. അർജന്റീനയും ഇന്നത്തെ ബ്രസീലിന് സമാനമായ ഒരു സാഹചര്യത്തിലൂടെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കടന്നുപോയതാണ്. അതിൽ നിന്നുള്ള തിരിച്ചുവരവിൽ പക്ഷേ അവർ കിരീട നേട്ടങ്ങളുടെ ആഘോഷം തന്നെ നേടി. ബ്രസീൽ അവസാനമായി അർജന്റീനയെ തോൽപ്പിക്കുന്നത് 2019 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനലിലാണ്. അന്ന് 2-0 അർജന്റീന പരാജയപ്പെട്ടതിന് ശേഷം അർജന്റീന 50-ന് മുകളിൽ മത്സരങ്ങൾ കളിച്ചു. തോൽവി അറിഞ്ഞത് 2 മത്സരങ്ങളിൽ മാത്രമാണ്. അവർ നേടിയത് 3 കിരീടങ്ങൾ. ഇത്തവണ കോപ്പ അമേരിക്ക സെമിയിലെത്തി ഏറെക്കുറെ കോപ്പ അമേരിക്ക കിരീട വിജയം അത് ഉറപ്പിക്കുക കൂടെ ചെയ്യുകയാണ് അർജന്റീനൻ ഫുട്ബോൾ ടീം. നിലവിലെ റയൽ മാഡ്രിഡ് സൂപ്പർ പരിശീലകൻ ആഞ്ചലോട്ടി ബ്രസീൽ പരിശീലക കുപ്പായമണിയുമെന്ന് ഉറപ്പിച്ചതുപോലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതും സംഭവിച്ചില്ല. എൻട്രിക് അടക്കമുള്ള യുവതാരങ്ങളുടെ മിന്നും പ്രകടനങ്ങൾ ഇനിയും ഉണ്ടാകണം. വിസ്മയങ്ങളിലേക്കുള്ള വളർച്ച അവരിൽ നിന്നുണ്ടാവണം. മറ്റു മിന്നും താരങ്ങളുടെ കളി മികവും ബ്രസീൽ ടീമിന് മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കണം. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തിൽ ബ്രസീൽ ടീം നേടിയത് 11 മേജർ ട്രോഫികളാണ്. അത് ആവർത്തിക്കപ്പെടണം. തുടർ കിരീട വിജയങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടാവുകയും വേണം. റൊണാൾഡീഞ്ഞോ പറഞ്ഞൊരു വരിയുണ്ട്, ബ്രസീലിന്റെ ഫുട്ബോൾ മത്സരങ്ങൾ പഴയതുപോലെ ഒന്നുമല്ല, അത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നത്. പഴയ ബ്രസീലിന്റെ മുന്നേറ്റ നിരക്കാരനായ റൊണാൾഡോ പറഞ്ഞതും സമാനമായ വരികൾ തന്നെയാണ്. ഈ വാക്കുകളിൽ നിന്ന് പ്രചോദനമാണ് ഉൾക്കൊണ്ടത്. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ബ്രസീൽ ടീമിന് കഴിയണം. അതോടൊപ്പം തന്നെ ബ്രസീലിന്റെ ഫുട്ബോൾ ലീഗിൽ കാതലായ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരണം. നിലവിൽ നിലവാര തകർച്ച നേരിടുന്നുണ്ട് ബ്രസീലിന്റെ ആഭ്യന്തര ഫുട്ബോൾ ലീഗ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത്തരം മാറ്റങ്ങൾ ബ്രസീലിനെ വലിയ വളർച്ചയിലേക്ക് വീണ്ടും നയിക്കുമെന്ന് ഉറപ്പിക്കാം. കാത്തിരിക്കാം. ബ്രസീൽ വീണ്ടും ചരിത്ര വിജയങ്ങൾ സ്വന്തമാക്കുന്നതിനു വേണ്ടി ആരാധകരുടെ ആർപ്പൂളിക്കൊപ്പം ആഘോഷിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം.